ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ്. കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് ഉള്ളൂ ഇന്ന് നമുക്ക് സെയിലിനായിട്ട്. അപ്പോൾ കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കും. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ആയിട്ടായിരിക്കും നമ്മൾ മിക്കവാറും നാളെ തന്നെ അയച്ച് വിടും. ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും DTDC കൊറിയർ അവൈലബിൾ ആണ് കേട്ടോ, വർക്കിംഗ് ആണ്. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും കിട്ടും. ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതൊക്കെ ഉള്ളവർ മാത്രം ഓർഡർ ചെയ്യുക. പിന്നെന്താ, DTDC കൊറിയർ ചാർജ് വരുന്നത് സാധാരണ 80 രൂപയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഓണം പ്രമാണിച്ച് 60 രൂപയെ കൊറിയർ ചാർജ് ഉള്ളൂ കേട്ടോ. കേരളത്തിന് പുറത്ത് 125 എന്നുള്ളത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ എന്നൊരു വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇന്ന് വാങ്ങിക്കുന്ന ട്യൂബേഴ്സിൻ്റെ ഒപ്പം മൊസൈക്ക് പ്ലാന്റും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് അസോള വേണ്ടവർ പറയുക, അതും ഫ്രീ ആണ്. പിന്നെന്താ, കുറച്ച് ട്യൂബറുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ട്യൂബർ പൊതുവേ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും വളരെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ. പിന്നെ അൺബോക്സിങ് വീഡിയോ കാണിക്കാം കേട്ടോ. ട്യൂബറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം അൺബോക്സിങ് വീഡിയോ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നീട് നിങ്ങളത് പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനൊരു സൊല്യൂഷൻ ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെന്താ, DTDC ഉള്ള സ്ഥലത്ത് പിൻകോഡായിരിക്കണം നിങ്ങൾ അഡ്രസ്സ് വരുമ്പോൾ തരേണ്ടത്. വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കാം കേട്ടോ. ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയെന്ന് അറിയാം. ആ ഇടയ്ക്ക് നിങ്ങൾ DTDCന്ന് വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കാതെ പോരും. വിട്ടുപോയാൽ പിന്നെ ഓണത്തിൻ്റെ മുടക്കൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ ഏതവസ്ഥയിലായിരിക്കും എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ മസ്റ്റാണ്. അവർ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുക. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് DTDC ഡോർ ഡെലിവറി ഉണ്ടോയെന്ന്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് DTDCയിൽ വിളിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. ചില സ്ഥലത്ത് കൊണ്ടുകൊടുക്കും, ചിലർ അവിടെ ചെന്ന് വാങ്ങിക്കാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുള്ളവർ വയ്ക്കുക. പിന്നെ ഇന്നത്തെ ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. കാണിക്കുന്നത് ഈ ഒരു ആമ്പലാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സീഡ്ലിംഗ് ആണോ എന്താണെന്ന് അറിയില്ല. നല്ലൊരു പിങ്ക് കളർ കേട്ടോ. സാധാരണ കാണുന്ന ആ ഒരു ആമ്പലിൻ്റെ പിങ്ക് അല്ല, നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഉള്ളൊരു പിങ്കാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്. ഈ ഒരു പ്ലാന്റും കൊടുക്കാറുണ്ട്. ഇതും 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. യെല്ലോ സബ്സ്റ്റൂണിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, 2 ബഡൊക്കെ ഉണ്ട്. ഫ്ലവർ ഞാൻ ഇതിൽ കൊടുക്കാം. ഇതിന് ലീഫിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കിയത്. ഈസി ആയിട്ട് തൈകൾ ഉണ്ടാക്കാം കേട്ടോ. കണ്ടത് ആ ഒരു ഇതിൻ്റെ അടിയിലൊരു തൈ മുളച്ച് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഒരു ഇല ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ടിയ ഇലയൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ഇവിടെ 2-3 തൈകളുണ്ട്. ഇതുപോലെ നോട് വന്ന ഇല കമഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ പുതിയ തൈകൾ വരും. അതിൻ്റെ ഈ ഒരു ബഡ് വന്ന പ്ലാന്റിന് നമ്മൾ 250 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. യെല്ലോ സബ്സ്റ്റൂൺ, നല്ല മഞ്ഞ കളറ് ആമ്പലാണ്. 3 എണ്ണം ഉള്ളൂ കേട്ടോ. ആകെ 3 എണ്ണം ഉള്ളൂ. വേറെ കൂടുതലൊന്നും നമുക്ക് കളക്ഷനിലില്ല. ഫ്ലവർ ആവുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് ശിവനോൺ എന്ന് പറഞ്ഞൊരു വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ ബഡ് ആവാറായ പ്ലാന്റാണ് കേട്ടോ. അടിയിൽ നിന്ന് ബഡ് വരുന്നുണ്ടോ എന്നറിയില്ല. ബഡ് ആവാറായ പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് തന്നെ, ഫ്ലവറല്ല, ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ആവാറായ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 4 തരം ആമ്പലാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് കേട്ടോ. 4ഉം ഓരോന്നേ ഉള്ളൂ. ഇതൊരു മഞ്ഞ ആമ്പലാണ്. ഇതും ഉണ്ട് കേട്ടോ. ഇത് നേരത്തെ കാണിച്ച യെല്ലോ സബ്സ്റ്റോൺ അല്ല, അതുപോലത്തെ തന്നെ ഉള്ളൊരു ഫ്ലവറാണ്. പക്ഷേ ഇതിൻ്റെ ലീഫിൽ നിന്നല്ല തൈകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയും കൊടുക്കാനുണ്ട്. 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് എനിക്ക് എന്താ പറയുക, പേരറിയില്ല കേട്ടോ. ഒന്നുമില്ലാത്തവർക്ക് വാങ്ങി വയ്ക്കാം. 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. കിഴങ്ങുണ്ട്, വലിയ കിഴങ്ങൊക്കെ ഉണ്ട്. പേരൊന്നും അറിയില്ല. കണ്ടത് ആ ലീഫിലൊരു ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ട്. 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും വേണ്ടവർക്ക് വരാം. ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്നതിനുള്ള എന്താ പറയുക കാര്യങ്ങൾ എങ്ങനെയെന്ന് പറയാം. എന്നിട്ട് താഴേക്ക് പോകാം കേട്ടോ. താഴെയാണ് ട്യൂബർ കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ അത് ഈ ഒരു ബഡ് കണ്ടില്ലേ, ഈ ഒരു ബഡ് കണ്ടത്, ഈ ഒരു ബഡ് പോകാറായതാണ് കേട്ടോ. ഈ ഒരു ബഡ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ബഡ് ഏത് വെറൈറ്റിയുടെ ആണെന്ന് പറയണം കേട്ടോ. കണ്ട തുമ്പ് ഇങ്ങനെ ഒരു പിങ്ക് കളറാണ്. ഇവിടെ ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഷേപ്പിലാണ്
ഇതിപ്പോൾ വിരിയാറായിട്ടില്ല കേട്ടോ, വിരിയാറാവണുള്ളൂ. ഇതാ കണ്ടില്ലേ, ധാരാളം ബഡ്ഡുകൾ ഉണ്ടാവും കേട്ടോ. കണ്ടത് ഒരെണ്ണം പോയി. ഇത് ഇത്തിരിയും കൂടി മെച്ചേർഡായ ഒരു ബഡാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ബഡ് ഏത് വെറൈറ്റിയുടെ ആണെന്ന് പറയുന്നവർക്ക് നമ്മളൊരു ലോട്ടസ് ട്യൂബറിൻ്റെ നല്ലൊരു ലോട്ടസ് ട്യൂബർ ഗിഫ്റ്റായിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് പറയേണ്ട എന്താ പറയുക, എന്നാണ് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഞായറാഴ്ച വരെ കേട്ടോ. ഞായറാഴ്ച ഒരു 12 മണി വരെ ആയിരിക്കും ശരിയായ ഉത്തരം എഴുതുന്നതിനുള്ള ഒരു നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടുന്നതിനുള്ള ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ് ഏത് വെറൈറ്റിയുടെ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കണ്ടില്ലേ, ശരിക്കും കണ്ടുള്ളൂ കേട്ടോ. തുമ്പത്തൊരു പിങ്ക്, ഒരു ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ഈ ഒരു ബഡ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ്. ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഇത് ഏതിൻ്റെ ബഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ നറുക്കെടുക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഓണായിട്ട് നമുക്കൊരു ഗീവ് അവേ വെക്കുകയാണ്. അതിങ്ങനെ കേട്ടോ. ചുമ്മാ കമൻറ്റ് ഇടുന്നവരൊന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് എന്താ പറയുക, സ്ഥിരമായിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട്, അതൊക്കെ. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേര് ചുമ്മാ വന്നിട്ട് വീഡിയോ പോലും കാണാണ്ട് വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോണവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ട് വീഡിയോ കണ്ട് ഇത് ഒരുപാട് വീഡിയോസൊക്കെ, എൻ്റെ തന്നെയല്ല, ഒരുപാട് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബഡൊക്കെ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ആഗ്രഹമുള്ളവരുടെ കയ്യിൽ, ഒരുപാട് താമരയോട് ഇഷ്ടമുള്ളവരുടെ കയ്യിലേക്ക് ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, താമരയൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാണ്ട് എന്താ പറയുക, ഇങ്ങനെ കണ്ട് കൊതി മാറ്റുന്നവരുണ്ടാവും ഇഷ്ടം പോലെ. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. മേടിക്കാൻ പറ്റാത്ത പല സാധനങ്ങൾ നമ്മൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേഗം തന്നെ കമൻറ്റ് ഇട്ടോളൂ. ഇനി നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വെറൈറ്റി തമോൻ്റെ ട്യൂബറാണ്. തമോൻ്റെ ഈ ഒരു ട്യൂബർ 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ട്യൂബർ 2 ഗ്രോ ടിപ്സ് ഉണ്ട്. വണ്ണം കുറവാണ് കേട്ടോ. 100, 180 കേട്ടോ, 2 ട്യൂബറുള്ളൂ. കാവേരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ്. പണ്ടത്തെ വെറൈറ്റി തന്നെയാണ്, പക്ഷേ നല്ല ട്രോപ്പിക്കലും എല്ലാവരും വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ വെറൈറ്റികളെ അപേക്ഷിച്ച് കാവേരി, ലക്ഷ്മി, തമു അതൊക്കെയാണ് നല്ല അടിപൊളി പൂ, വലിയ ഫ്ലവർ, അതുപോലെ നല്ല ഹൈറ്റിൽ പോയിട്ട് തരുന്ന വെറൈറ്റീസാണ് കേട്ടോ ഈ കാവേരിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറിന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. 180 രൂപയാണ്. പിന്നെ ഈ ഒരു ട്യൂബറിന് 150 രൂപയാണ്. പിന്നെ ഇതിനാണെങ്കിൽ 100 രൂപയാണ്. ഈ ഒരു ട്യൂബർ ഇത് ഒരെണ്ണമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 2ആയിട്ട് ഈ 2 ഇത് കണ്ടില്ല, ഒരു ചെറിയ ഗ്രോ ടിപ്സ് ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട, അത് വലുതാണ്. ഈ ഒരു ട്യൂബറിന് 150 രൂപ. ഈ ഒരു ട്യൂബറിന് 180 രൂപ. ഈ ട്യൂബറിന് 150 രൂപ. പിന്നെ ഇത് 2, ഇത് കണ്ട ഒരു റണ്ണർ ഓടി തുണക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ 2 ട്യൂബറും കൂടി 50 രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് കാവേരിയുടെ ട്യൂബറുള്ളൂ കേട്ടോ. കാവേരി ട്യൂബറാണ് അടുത്തത്. ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബർ 2 ഗ്രോ ടിപ്സ് ഉണ്ട്. 150 രൂപ. പിന്നെ ഇതാണെങ്കിൽ 130 രൂപ. ഇതാണെങ്കിൽ 180 രൂപ. പിന്നെ ഇതൊരെണ്ണം 50-ാണ് കേട്ടോ കൊടുക്കുന്നത്, 50. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ലക്ഷ്മിയുടെ. ആദ്യമേ പറഞ്ഞില്ല, വളരെ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളൂ ലക്ഷ്മിയുടെ. ഇത്ര ഉള്ളൂ. ഇതിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ. അതേ ഗ്രോ ടിപ്സ് കണ്ടോളൂ, ചെറിയ ഗ്രോ ടിപ്സ് ഉള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. 150 രൂപയ്ക്കാണ് കേട്ടോ. ഒരെണ്ണം ഉള്ളൂ, 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഗ്രോ ടിപ്സ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ട്യൂബർ 150 അല്ല 130 മതി കേട്ടോ. 130-ന് കൊടുക്കുന്നത്. നമ്മൻ്റെ ട്യൂബറാണ്. നമ്മൻ്റെ ഈ ഒരു ട്യൂബർ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല ഡാർക്ക് കളറിൽ കട്ട ഫ്ലവർ ഉണ്ടാകുന്ന, കട്ട പെറ്റൽസോട് കൂടി ഉണ്ടാകുന്ന ഫ്ലവറാണ് കേട്ടോ. 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് താരയുടെ ട്യൂബറാണ്. അപ്പോൾ ഈ ഒരു ട്യൂബറിന്, താരയുടെ അല്ല സോറി, റോക്ടോ കോമൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. അതിൻ്റെ ഈ ഒരു ട്യൂബർ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. താരയാണ്. താരയുടെ ഈ ഒരു ട്യൂബർ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ട്യൂബേഴ്സ്. അസോള, ഈ ഒരു ടൈപ്പ് അസോളയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. എനിക്ക് പിന്നെയുള്ള വാട്ടർ പ്ലാന്റ്സുകൾ എനിക്കറിയില്ല, വേറൊന്നും പറയാനറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ആദ്യമേ പറഞ്ഞല്ലോ, എന്താണ്
മൊസൈക്ക് പ്ലാന്റ് വേണ്ടവർക്ക് അതും തരാം. അതുപോലെ കൊറിയർ ചാർജ് കേരളത്തിനകത്ത് 60, കേരളത്തിന് പുറത്താണെങ്കിൽ 100 രൂപയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഓർഡർ തന്നോളൂ. വളരെ കുറച്ച് ട്യൂബേഴ്സുള്ളേ. ഇന്നത്തെ വെറൈറ്റീസ് ആകെ 3-4 വെറൈറ്റി ഉള്ളൂ. അപ്പോൾ ഓണായിട്ടൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണാശംസകൾ പറയുകയാണ്. ഇനി ഒരു വീഡിയോ എടുക്കാൻ ട്യൂബർ കിട്ടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഓണത്തിന് മുന്നേ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം കേട്ടോ.